ഒരു സെലിബ്രിറ്റിയാണ്, ഒരു ബിസിനസ്സുകാരനാണ് മൈജി ഷാജിക. അപ്പോൾ ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് കുറച്ച് പേർക്ക് ജോലി കൊടുക്കുന്ന, നമ്മളെ കൂടെ നിൽക്കുന്ന എൻ്റെ ജോലിക്കാരെന്ന് പറയുന്നത് എൻ്റെ പാർട്ട്നേഴ്സാണ്. കാരണം അവരുണ്ടെങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. പഠിക്കുന്ന കാലത്ത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഗൾഫിലേക്ക് പോകുക എന്നുള്ളൊരു ഇതാണ്. ആ ഗൾഫ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പം നമ്മൾ സഞ്ചരിക്കുക. കാരണം നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഈ ഫോൺ വെച്ചിട്ടാണ്. ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മൈജിക്ക് ഷോറൂംസ് ഉണ്ട്. മൈജി കോഴിക്കോട് എന്നുള്ള ആൾക്കാരല്ല തിരുവനന്തപുരത്ത് നിന്ന്. ഉമ്മച്ചിയുടെ എൻ്റെ എല്ലാ ഷോറൂംസുകളും ആദ്യം ഇനോഗ്രേറ്റ് ചെയ്യുന്ന ഉമ്മച്ചിയാണ്. എൻ്റെ വീഴ്ചയിൽ എനിക്ക് വളരെ പോസിറ്റീവായിട്ട് നല്ല കുറേ സുഹൃത്തുക്കളുണ്ട്. നിങ്ങൾക്ക് ചായ കൊണ്ടുതന്ന അവർക്ക് പോലും എൻ്റെ ഗ്രോത്തിലൊരു പങ്കുണ്ടെന്ന്. സമൂഹത്തിൽ എന്തായാലും അറിയാലോ, നമ്മൾ വളരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ശത്രുക്കൾ ഉണ്ടാവാം. നമസ്കാരം, ഞാനിന്ന് കോഴിക്കോടാണുള്ളത്. കോഴിക്കോട് എത്തുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ കാണണമെന്നുള്ള കുറേ നാളുകളായി ആഗ്രഹിക്കുന്നു. വ്യക്തിയെ കാണുന്നുള്ളൂ, പക്ഷേ എനിക്കൊന്ന് പിടിതരാതെ മാറി നടക്കുന്നു. ഒരു സെലിബ്രിറ്റിയാണ്, ഒരു ബിസിനസ്സുകാരനാണ് മൈജി ഷാജിക. നമസ്കാരം ഷാജിക. ഞാൻ ഒത്തിരി നാളായി ഷാജിക്കയുടെ ഒരു അഭിമുഖത്തിന് വേണ്ടി നടക്കുന്നു. എനിക്ക് അഭിമുഖമല്ല, എനിക്കൊന്ന് കുറച്ച് നേരം സംസാരിച്ചിരിക്കണം എന്നുള്ള ആഗ്രഹം. ഞാൻ ഒത്തിരി നാളായി ഹൈദറിനെ അങ്ങനെ വിട്ടുപിടിക്കാൻ നോക്കുന്നത്. പക്ഷെ ഞാൻ പിന്തുടർന്നുകൊണ്ടിരുന്നു അല്ലേ. ഏതായാലും ഇന്ന് പിടി തന്നിരിക്കുന്നു. എനിക്ക് ഒത്തിരി സന്തോഷം. നല്ല തിരക്കാണെന്ന് എനിക്കറിയാം, എങ്കിലും നമ്മളൊരു ഫോൺ ചെയ്താൽ അതിൻ്റെ മറുപടി എങ്കിലും തരാൻ കാണിക്കുന്ന മനസ്സിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു. എനിക്ക് മൈജി എന്നൊരു ബ്രാൻഡ് അല്ലേ, ഇതിൻ്റെ ഒരു യാത്രയാണ് എനിക്ക് വേണ്ടത്. മൈജിയുടെ ഒരു യാത്ര ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയത് ഒരു ഷോപ്പിൽ നിന്ന് തുടങ്ങി. ഇപ്പോൾ എനിക്ക് എത്ര എണ്ണമെന്ന് എനിക്ക് പറയാൻ അറിയില്ല. 100-ൽ പരം ഷോപ്പുകളിലേക്ക് എത്തി. തുടക്കം എങ്ങനെയായിരുന്നു ഷാജിക്കയുടെ? ഞാൻ കോഴിക്കോട് മാവൂർ റോഡിൽ 2006 നവംബർ 1 കേരള പിറവി ദിനത്തിലാണ് 3G മൊബൈൽ വേൾഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങുന്നത്. ഏകദേശം 250 സ്ക്വയർ ഫീറ്റിൽ 4 പേരടങ്ങുന്ന ഒരു മൾട്ടി ബ്രാൻഡഡ്, കേരളത്തിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് മൾട്ടി ബ്രാൻഡഡ് ഷോറൂം, AC ഷോറൂം വേണമെങ്കിൽ എന്ന് പറയാം. ആദ്യത്തെ. അത് തുടങ്ങാനുള്ളൊരു പ്രചോദനം എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഒരു മൾട്ടി ബ്രാൻഡഡ് ഷോറൂംസ് അന്ന് കേരളത്തിൽ അവൈലബിൾ അല്ലായിരുന്നു. അപ്പം അത് തുടങ്ങി, അത് വളരെയധികം സക്സസ് ആയി. കാരണം ആൾക്കാരത് വെയിറ്റ് ചെയ്തിരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രത്തോളം അത് വിത്തിൻ മന്ത്സ് തന്നെ എനിക്ക് അടുത്ത ഷോറൂം തുടങ്ങേണ്ടി വന്നു. അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത എത്ര രീതിയിൽ തിരക്കായി. അങ്ങനെയാണ് ഞാൻ ഈ മാവൂർ റോഡിൽ തന്നെ ഏകദേശം 7 ഷോറൂമുകൾ തുടങ്ങിയത്. 800 മീറ്ററിൽ 7 ഷോറൂമുകൾ അന്നത്തെ കാലത്ത് തുടങ്ങിയത്. അത് കോഴിക്കോട് മാത്രം കേന്ദ്രീകരിച്ചാണ് 7 ഷോറൂം തുടങ്ങുന്നത്. ആദ്യം അങ്ങനെയാണ് ഞാൻ തുടങ്ങുന്നത്. പിന്നീട് ഇത് ബിസിനസ്സിലേക്ക് വളരുകയാണ് അല്ലേ. എനിക്ക് തോന്നുന്നു മൈജി ഷാജി എന്ന് പറഞ്ഞ വ്യക്തി ഇത്രയും വളരുമെന്നുള്ള പ്രതീക്ഷിക്കാതെയാണ് ഒരു ഷോപ്പിലേക്ക് വരുന്നത് അല്ലേ. തീർച്ചയായിട്ടും. അത് നമ്മളെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മളെ ഡീലിങ്സ് ഇഷ്ടപ്പെടുന്ന ഈ ആളുകളുണ്ടല്ലോ, ആ ആളുകൾ പെട്ടെന്ന് വരുന്ന ഷോപ്പിലേക്ക് തുടങ്ങാനുള്ള പ്രചോദനം അവർ തന്നെയാണ് നമുക്ക് തരുന്നത്. ബിസിനസ് മൊബൈൽ ഷോപ്പ് എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരാനുള്ള കാരണം വേറെ എന്തൊക്കെ ബിസിനസ് ഉണ്ടായിരുന്നു? മൊബൈൽ ഫോണിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ ഏരിയയിലേക്ക് വന്നത്. ഇത് നമുക്ക് ഭാവിയിൽ എത്രത്തോളം ഓപ്പർച്യൂണിറ്റികളിലെ ആൾക്കാർ സാധ്യതകൾ 100% സാധ്യതകൾ മനസ്സിലാക്കിയിട്ടാണ് ഇതിനെ. അപ്പോൾ തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ വാപ്പിച്ചിയാണ്. അപ്പോൾ ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് കുറച്ച് പേർക്ക് ജോലി കൊടുക്കുന്ന കുറച്ച് സ്ഥാപനങ്ങൾ തുടങ്ങണമെന്നുള്ള രീതിയിലാണ് ആദ്യത്തെ സ്ഥാപനം മുതൽ നമ്മൾ തുടക്കം കുറിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ 10ാമത്തെ ഷോറൂമിൽ നിന്നാണ് ഞാനൊരു ഗോള് സെറ്റ് ചെയ്യുന്നത്. ഞാൻ പല ഇൻ്റർവ്യൂസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് വളരെ സക്സസ് ആയി. തൊട്ടടുത്ത ജില്ലയായ വയനാട്ടിലേക്ക് നമ്മൾ സ്ഥാപനം തുടങ്ങി. അപ്പോഴേക്കും എനിക്ക് 10 ഷോറൂംസ് ആയിരുന്നു. അപ്പോൾ ആ 10 ഷോറൂംസ് തുടങ്ങുന്ന സമയത്താണ് എനിക്ക് കേരളത്തിലുടനീളം എല്ലാ 20 കിലോമീറ്ററിലും ഷോറൂമുകൾ തുടങ്ങണമെന്നും ഏകദേശം 1000 പേർക്ക്, വാപ്പിച്ചി എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് ആൾക്ക് എന്നുള്ളത് 1000 പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ള വലിയ ഒരു ലക്ഷ്യം, അല്ലെ വലിയൊരു സ്വപ്നമായിരുന്നു അത്. 700 കോടി വിറ്റുവരവുള്ളൊരു കമ്പനിയാക്കി മാറ്റുക എന്നുള്ളത്. 100 ഷോറൂമും 700 കോടി വിറ്റുവരവും, അതോടൊപ്പം തന്നെ 1000 പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ള വലിയൊരു ഒരു സ്വപ്നം കാണാൻ തുടങ്ങി. ആ സ്വപ്നം ഞാൻ എൻ്റെ ഒരു ഗോളാക്കി. ആ ഗോളിലേക്കുള്ള യാത്രയായി. അത് 100-ലധികം ഷോറൂം, ഇപ്പം 110 ഷോറൂംസ് മൈജിക്കുണ്ട് കേരളത്തിൽ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ
എല്ലാ ജില്ലകളിലും മൈജിക്ക് ഷോറൂംസ് ഉണ്ട്. ഈ വാപ്പിച്ചി ആണല്ലോ, വാപ്പിച്ചിയുടെ ഒരു പ്രചോദനമാണല്ലോ നമ്മൾ ബിസിനസ്. വാപ്പിച്ചിക്ക് എന്തൊക്കെയാണ് ബിസിനസ് ആയിരുന്നു? വാപ്പിച്ചിക്ക് ട്രാൻസ്പോർട്ടും റിയൽ എസ്റ്റേറ്റും ഒക്കെ ആയിരുന്നു ബിസിനസ്. വാപ്പിച്ചി ഇന്ന് ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി 12 വർഷമായി. അപ്പം അതെനിക്ക് തന്ന ഒരു മോട്ടിവേഷനും എൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തു പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ എന്നിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട്. കാരണം നമ്മൾക്ക് കിട്ടുന്ന, നമ്മളെ കൂടെ നിൽക്കുന്ന എൻ്റെ ജോലിക്കാരെന്ന് പറയുന്നത് എൻ്റെ പാർട്ട്നേഴ്സാണ്. ഞാൻ അവരെ പാർട്ട്നേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പം എൻ്റെ വാപ്പിച്ചി തന്ന ഒരുപാട് അഡ്വൈസുകളിൽ ഒന്നാണത്. കാരണം കൂടെ നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും നമ്മൾ കൂട്ടിപ്പിടിക്കണം എന്നാണ് പറയാം. കാരണം അവരുണ്ടെങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ നല്ല രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു. ഇപ്പോൾ എനിക്ക് 2580 പേര് എൻ്റെ പാർട്ട്നേഴ്സായി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ 110 ഷോറൂംസായി. ഏകദേശം 700-ൽ നിന്നും മാറി 3000 കോടിയിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ വാപ്പിച്ചി ഇപ്പം ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞു. വാപ്പിച്ചി ഉള്ള സമയത്ത് എത്ര ഷോപ്പായിരുന്നു നമുക്കുണ്ടായിരുന്നത്? അറൗണ്ട് വാപ്പിച്ചി മരിക്കുന്ന സമയത്ത് എനിക്ക് 23-25 ഷോറൂംസ് ഉണ്ട്. 25 ഷോപ്പിലേക്ക് വാപ്പിച്ചി മരിക്കും. വാപ്പിച്ചി അവസാനമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ നമ്മുടെ വാപ്പിച്ചി അവസാനമായി പറഞ്ഞൊരു കാര്യം നമുക്ക് ഓർത്തെടുക്കുകയാണെങ്കിൽ എന്ത് ഓർത്തെടുക്കാൻ പറ്റും? നമ്മൾ വലുതാവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അഹങ്കാരം ഒരിക്കലും പാടില്ല. നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, ജോലി ചെയ്യുന്നവർ മാത്രമല്ല, നമ്മളെ സമൂഹത്തിനോട്, അതേപോലെ നമ്മുടെ കുടുംബത്തിനോട്, നമ്മളെ തൊട്ട് നിൽക്കുന്ന എല്ലാവരോടും ഒരു കടപ്പാടും കടമയാണ്. കാരണം ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നാണ് വാപ്പിച്ചി എപ്പോഴും പറയാറ്. ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ, ഒരു ടീം വർക്ക് ഉണ്ടെങ്കിലേ അത് സാധിക്കൂ. അതുകൊണ്ട് തന്നെ അതിലെല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. അപ്പോൾ ആ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ നിന്നിലുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള വിജയങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാൻ ഇവിടുന്ന് 30 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് എൻ്റെ നാട് താമരശ്ശേരി പരപ്പുംപോയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ ഓഫീസിലേക്ക് 30 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഡെയിലി ഞാൻ യാത്ര ചെയ്യാം. എൻ്റെ ഉമ്മച്ചി എൻ്റെ കൂടെയാണ്. അപ്പം എനിക്ക് വേണമെങ്കിൽ കോഴിക്കോട് വീടുണ്ട് ഓൾറെഡി, അപ്പോൾ താമസിക്കും. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ നാടും എൻ്റെ വീടും എൻ്റെ ഉമ്മച്ചിയും അവിടെ കിട്ടുന്ന ഒരു സമാധാനവും സന്തോഷമൊക്കെ തന്നെ ഒരു സ്പെഷ്യൽ എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഈ നാടിനെ കുറിച്ച് പറയുമ്പോഴാണ് ഞാൻ ഇന്നാൾ വന്നപ്പോൾ വിളിച്ചപ്പം ഓണാഘോഷ പരിപാടിയിലേക്കാണ്. അത് രാത്രിയും നാട്ടുകാരോടൊപ്പം ചേരുവാണ്. നാടാണ് നമ്മളെ വളർത്തിയത്, നമുക്ക് എന്നും മറക്കാൻ പറ്റില്ലല്ലോ ആ നാട്. ഈ വാപ്പിച്ചി പറഞ്ഞ അവസാന വാക്കുകൾ ഇതാണ് എന്നും ഓർമ്മയിൽ എടുക്കുന്നതെന്ന് പറഞ്ഞു. എത്ര ജ്യേഷ്ഠന്മാരാണ്, സഹോദരിമാർ, എങ്ങനെയാണ് കുടുംബത്തിൽ? ഞങ്ങൾ 7 പേരാണ്. 3 ബ്രദേഴ്സ് ഉണ്ട്, അവരെല്ലാം പുറത്താണ്. 3 സിസ്റ്റേഴ്സ് ഉണ്ട്, അവരെല്ലാം കല്യാണമൊക്കെ കഴിച്ച് സെറ്റിലാണ്. ഇവരൊക്കെ ബിസിനസ്സിലേക്ക് ഒന്നുമില്ല? ഇല്ല. മൈജി എന്ന് പറഞ്ഞ AK ഷാജിയുടെ മാത്രമാണ്? മൈജി AK ഷാജിയുടെ മാത്രമാണ്. ബ്രദേഴ്സ് ഒന്നും ഇതിനകത്ത് ഇല്ല. അവർക്കൊക്കെ ബിസിനസ് ആണോ അതോ ജോലികളാണോ? അല്ല, ബിസിനസ്സാണ്. അവരൊക്കെ ഏത് മേഖലയിലാണ് ബിസിനസ് ചെയ്യുന്നത്? അവരൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്, കാർഗോ ഉണ്ട്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മേഖലകളിലാണ്. അവരുടെ കുട്ടികൾ ഇതിൽ പഠിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ പെങ്ങളെ മകനുണ്ട്, അതേപോലെ ജ്യേഷ്ഠൻ്റെ മകനൊക്കെ ഇപ്പോൾ ഇതിലേക്ക് വരുന്നുണ്ട്. ഇതിലേക്ക് ഓൾറെഡി ഉണ്ട്. അവരൊക്കെ പഠിപ്പിച്ചെടുക്കുവാണ്? തീർച്ചയായിട്ടും. ബിസിനസ്, ഈ മൊബൈൽ ബിസിനസ് പഠിപ്പിച്ചെടുക്കുവാണ്? അല്ല, അവരൊക്കെ ബിസിനസ് കോഴ്സ് IBM ഒക്കെ കഴിഞ്ഞ് ഇതിലേക്ക് കൊണ്ടുവന്ന് നല്ല രീതിയിൽ പോകുന്നുണ്ട്. പല ഏരിയകളും ഇപ്പോൾ അവരാണ് നോക്കുന്നത്. ഈ വാപ്പിച്ചിയൊക്കെ ഉള്ള സമയത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ വാപ്പിച്ചി റിയൽ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തുടക്കം മുതൽ തന്നെ സാമ്പത്തികമായിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് മെച്ചപ്പെട്ട കുടുംബത്തിലായിരുന്നല്ലോ? അതെ അല്ലേ? പക്ഷെ ഞാൻ ആ സമയത്ത് എൻ്റെ സ്കൂൾ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഞാനൊരു ബിസിനസ് ചെയ്തിരുന്നു. സ്കൂളിൽ കഴിഞ്ഞ് ഞാൻ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഞാൻ ഒരുപാട് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പം ആ സമയത്ത് പിന്നെ ഗൾഫ് പോകാന്നുള്ള വലിയ സ്വപ്നമാണ്. പ്രത്യേകിച്ച് മലബാറുകാർക്ക് എന്ന് വെച്ചിട്ടാണ് എല്ലാ വീടുകളിലും ആൾക്കാരുണ്ടാവുമല്ലോ ഗൾഫിൽ. അപ്പം പഠിക്കുന്ന കാലത്ത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഗൾഫിലേക്ക് പോകാമെന്നുള്ളൊരു ഇതാണ്. അപ്പം ഞാനും ഗൾഫിലേക്ക് പോയിരുന്നു. ആ ഗൾഫ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എങ്ങനെയെങ്കിലും തിരിച്ചു വരണമെന്നുള്ളതായിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ നായിഫ് റോഡിലായിരുന്നു താമസിച്ചത്, ദുബായിൽ, അറിയാലോ. അപ്പോൾ അവിടെ ഇതിൻ്റെ മൊബൈലിൻ്റെ വലിയ ഹബ്ബാണ്. അതെ. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഐഡിയ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ച് നാട്ടിലേക്ക് വരിക, സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങി സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് നമ്മളേതായ ഒരു സ്പേസ് കേരളത്തിലുണ്ടെന്നും തിരിച്ചു വരണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ദുബായ് പോയിട്ട് ബിസിനസ് ചെയ്യുമായിരുന്നു അതോ? ബിസിനസ് അല്ല, ഞാൻ അവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തായിരുന്നു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. എൻ്റെ ബ്രദർ എന്നെ ഒരു കമ്പനിയിൽ കയറ്റി. അവൻ്റെ ബ്രദറിൻ്റെ കമ്പനിയിലല്ലാതെ അവിടെ ഒരു കമ്പനിയിൽ തന്നെ ചെയ്തു. അപ്പം ജോലിയുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പം നന്നായിട്ട് ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നത് ഞാൻ 4 മാസത്തെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്.
എനിക്ക് തോന്നുന്നത് 98 2008 ആ സമയത്താണ് 4 മാസം വർക്ക് ചെയ്തോളൂ. ആ, 4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കയറി പോന്നോ? ആ 4 മാസം കൊണ്ട് ഞാൻ അവിടെ കഷ്ടപ്പെട്ടത്. അപ്പോൾ ആ സമയത്ത് ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ എത്തിയതിന് ശേഷം എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്ന് ഒരുപാട് പഠിക്കാൻ പറ്റി എനിക്ക്. ആ പഠിത്തമാണ് ശരിക്കും ഈ മൊബൈൽ ഫീൽഡിലേക്കുള്ള. ഈ ദുബായിക്ക് പോകുമ്പം വാപ്പിച്ചി എന്താണ് പറഞ്ഞത്? പോകണമെന്ന് പറഞ്ഞ് നമ്മുടെ ഇഷ്ടപ്രകാരം പോയതാണോ? ഞാൻ എൻ്റെ ഇഷ്ടമാണ് വാപ്പിച്ചി പോകണ്ടെന്നോ പോകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല? അതൊന്നും പറഞ്ഞു. അല്ലെങ്കിൽ വാപ്പിച്ചിയുടെ കൂടെ വേണമെങ്കിൽ നിൽക്കാം, ബിസിനസ്സിന് നിൽക്കാം. നിൽക്കുക. അതിലൊന്നും വാപ്പിച്ചിക്ക് സ്വന്തമായിട്ട് നമുക്കൊരു ഫ്രീഡം തരുന്നതാണ്. അപ്പം നമ്മളെല്ലാ സെലിബ്രിറ്റീസാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. ഇത് അന്ന് മുതൽ അതെ അതെ. ഞാൻ 2006 തുടങ്ങിയ മുതൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് എൻ്റേതായ ഒരു വിഷൻ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ആളുകളിലേക്ക് ഈ ബ്രാൻഡ് മീൻസ് അന്നത്തെ കാലത്ത് ബ്രാൻഡിനെ കുറിച്ച് വലിയ രീതിയിലുള്ള ഇതൊന്നുമില്ല. ഒരു 10ാമത്തെ ഷോറൂം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ അന്ന് മുതൽ പരസ്യങ്ങൾ ചെയ്യാൻ ഞാൻ തുടങ്ങിയിരുന്നു. റേഡിയോയിലായാലും ഇപ്പോൾ അന്ന് റെഡ് എഫ് എം ഒക്കെ ആയിരുന്നു. റെഡ് എഫ് എം 2007 റെഡ് എഫ് എം ക്ലബ്, പിന്നെ റേഡിയോ മാംഗോ, അപ്പോൾ അതേപോലെ പരസ്യങ്ങൾ, ലീഫ്ലെറ്റ്സുകൾ, ഓട്ടോ ബ്രാൻഡിങ്, അങ്ങനെ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് മാർക്കറ്റിംഗ്. അത് ഇന്നും തുടർന്ന് പോകുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ പോകുന്നത്. അതെ അതെ. ആദ്യമായിട്ട് ഉപയോഗിച്ച ഫോൺ ഏതാണ്? എനിക്ക് തോന്നുന്നത് നോക്കിയുടെ വലിയ ടൈപ്പ്, വലുതല്ല, ആ 7210 മോഡലാണ്. അതാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഉപയോഗിക്കാത്ത ഫോണുണ്ടോ? അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫോണുകൾ ഇപ്പം വെച്ചു കുറേ അൺബ്രാൻഡഡ് ആയത് ഇവിടെ കിട്ടാത്ത കുറേ ബ്രാൻഡുകൾ പുറത്തുണ്ടല്ലോ, ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടില്ലേ. അപ്പം ഇതിനോട് ഒരു വലിയൊരു ക്രേസ് ഉള്ള ആളല്ല ഞാൻ. അപ്പോൾ ഇത് ഉണ്ടെങ്കിലും പക്ഷേ നമ്മളെ ആവശ്യങ്ങൾ നടന്നു പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഒരു 3-4 ഫോൺ കയ്യിലുണ്ട്. അത് നമ്മുടെ ബിസിനസ് പരമായ ആവശ്യത്തിനല്ലേ. അത് നമ്മൾ ഉപയോഗിച്ചാൽ നമ്മൾ എല്ലാ ഫോണും ഇവിടെ വിൽക്കുന്നുണ്ട്. എനിക്ക് ചോദിക്കാമെന്ന് പറഞ്ഞാൽ പറയുമെന്ന്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോൺ ആയിരിക്കും. എല്ലാ ഫോണും എനിക്ക് ഇഷ്ടമാണ്. എല്ലാ ബ്രാൻഡുകളും എനിക്ക് ഇഷ്ടമാണ്. ചില സെലിബ്രിറ്റികളുടെ അടുത്ത് ഇന്റർവ്യൂ നിങ്ങൾ ചെയ്ത് വെച്ചാൽ ഏറ്റവും നല്ല കഥാപാത്രം, എനിക്ക് എല്ലാ കഥാപാത്രം പറയുന്ന പോലെ ആയിരിക്കും മറുപടി എന്ന് എനിക്ക് അറിയാൻ. മറുപടി എങ്ങനെയായിരിക്കും? എല്ലാ ഫോണും എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ ഇന്നൊന്നും പറയില്ല, ഒരിക്കലും പറയില്ല, പറയാൻ പറ്റില്ല. എല്ലാം നമ്മളെ കുട്ടികളല്ലേ. തീർച്ചയാണ്. പക്ഷെ എങ്കിലും മനസ്സിലാണെങ്കിൽ ഒരു സാധനം ഉണ്ടല്ലോ, എല്ലാം ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ചോദിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കും എന്തെങ്കിലും അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവും എനിക്ക് അറിയാലോ. ഈ ഫോണിൽ നമുക്കൊരു ഫോൺ ബിസിനസ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും ഒരു ഫോണിൽ രഹസ്യമായിരിക്കാം പരസ്യമാക്കാൻ പറ്റുന്ന ഒരു ഫോൺ വിറ്റാൽ എന്ത് ലാഭം കിട്ടും? പലതും ഞാൻ ആ ചോദ്യം തിരിച്ചു പറയാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഫോൺ വിൽക്കുക എന്നുള്ളതല്ല, ഞാനൊരു ഡിജിറ്റൽ സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ് അല്ലേ. ഇപ്പം നമുക്ക് ഈ ഫോണില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പം നമ്മൾ സഞ്ചരിക്കുക. കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ ഫോൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. നമ്മളെ ബാങ്ക് ആയിക്കോട്ടെ, നമ്മുടെ ട്രെയിൻ ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, എവറിത്തിങ്. ഇപ്പം നമ്മൾ ഈവൻ നമുക്കൊരു സ്നാക്സ് പോലും ഓർഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പച്ചക്കറി, അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള എന്തും എല്ലാം എന്തിലാണ് ചെയ്യുന്നത്? നമ്മൾ ഫോണാണ്. ഫോണില്ലാതെ പറ്റില്ല. പക്ഷെ പല ആൾക്കാരും നമ്മളെടുത്ത് വന്ന് ഫോണുകൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പം അത് വലിയ ഫോണുകളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഫീച്ചേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അത് ഉപയോഗിക്കുക ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഓരോ ഷോറൂം തുടങ്ങുന്ന സമയത്തും നമ്മൾ അതാത് സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മൈജിക്ക് ഷോറൂംസ് ഉണ്ട്. മൈജി കോഴിക്കോട് നിന്നുള്ള ആൾക്കാരല്ല തിരുവനന്തപുരത്ത് നിന്ന്. തിരുവനന്തപുരത്തുള്ള ആ സർക്കിളിലുള്ള ആൾക്കാരെ സെലക്ട് ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ നമ്മൾ പഠിപ്പിച്ചെടുത്തിട്ട് അവിടെയാണ് നമ്മൾ ഷോറൂമിലേക്ക് വെക്കുന്നത്. അപ്പോൾ വരുന്ന കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഹൈദർജി നമ്മളെ കടയിൽ വരികയാണെങ്കിൽ, ഷോറൂംസിൽ വരികയാണെങ്കിൽ, നിങ്ങൾ എന്താണ് നിങ്ങളെ റിക്വയർമെൻറ്റ്, നിങ്ങൾ ആവശ്യം മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത്. അപ്പം നിങ്ങൾ പറയുന്ന പ്രൊഡക്റ്റിനെക്കാട്ടിലും കൂടുതൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഡിസ്പ്ലേ, നിങ്ങളൊരു റിപ്പോർട്ടറാണ്, നിങ്ങൾക്ക് കൂടുതൽ റെക്കോർഡിംഗ് ഉള്ളത് വേണം, അല്ലെങ്കിൽ ക്യാമറ, അതിൻ്റെ എന്താണ് നിങ്ങളെ നീഡ് മനസ്സിലാക്കിയിട്ട് അതിനൊരു ഡിജിറ്റൽ സൊല്യൂഷൻ കൊടുക്കുകയും അതോടൊപ്പം തന്നെ അതിലുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇപ്പം നമ്മൾ കോഴിക്കോട് തന്നെ ഒരു സ്വപ്നനഗരി എന്ന് പറയുന്ന ഒരു റെസിഡൻസ് അസോസിയേഷൻ, ഇവിടെ പൂർണ്ണമായിട്ടും നമ്മൾ എന്ത് ചെയ്ത് എല്ലാ പ്രായക്കാരെയും നമ്മൾ സാക്ഷരത, അതായത് ഡിജിറ്റൽ സാക്ഷരത കൊണ്ടുവന്നു. അപ്പോൾ എല്ലാവരും അവരെന്താ വെച്ചാൽ കണക്കിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ തന്നെ അവരിപ്പോൾ ഫോണിലാണ് അവരുടെ കറണ്ട് ബില്ല് എടുക്കുന്നതും അത്യാവശ്യം ആളില്ലെങ്കിൽ ഫുഡ് വാങ്ങിപ്പിക്കുന്നതും എല്ലാം. അപ്പോൾ നമ്മൾ ഓരോ ഷോറൂംസിലും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വിൽപ്പന എന്നുള്ളതുപരി എന്തും ആയിക്കോട്ടെ, കാരണം നമ്മൾ മൊബൈൽ മാത്രമല്ല, ലാപ്ടോപ്സ് ആയിക്കോട്ടെ, ഈവൻ നമ്മളെ ഫ്രിഡ്ജ് ആയിക്കോട്ടെ, ഫ്രിഡ്ജ് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ടി വി ആയിക്കോട്ടെ. ഇപ്പോൾ സ്മാർട്ട് ടി വിയിലൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പലതും ആൾക്കാർ ഒരു കേബിൾ കണക്ട് ചെയ്ത് ആ ചാനൽസ് മാത്രമാണ് കാണുന്നത്.
അപ്പോൾ അതിനെ കൂടുതൽ ആൾക്കാർക്ക് എഡ്യൂക്കേറ്റ് ചെയ്തത് അവർക്കൊരു സൊല്യൂഷനും നെക്സ്റ്റ് ലെവലിലേക്ക് അവരെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ലക്ഷ്യം. അതെ അതെ, അല്ലെ, ബിസിനസ്സിന് അപ്പുറത്തേക്കുള്ള ലക്ഷ്യം. ബിസിനസ്സിൽ തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞ ഒരു കംപ്ലീറ്റ്ലി ഒരു ഡിജിറ്റൽ സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഈ നമ്മൾ കൈ നിറയെ സന്തോഷം, കൈ നിറയെ നമ്മുടെ ഒരു പണം, മനസ്സ് നിറയെ സന്തോഷം, നമുക്ക് പലതും ചെയ്യണമെന്ന് തോന്നാറുണ്ട് അല്ലേ ഷാജിക്ക? പലതും ചെയ്തതായിട്ട് ഞാൻ കണ്ടു. അങ്ങനെ ചെയ്തത് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ ചെയ്തതിൽ ഏറ്റവും സംതൃപ്തി വന്നത് എന്തായിരിക്കും ഒരു നല്ല നമ്മൾ ചെയ്ത പ്രവൃത്തിയിൽ? എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് പീസാണ്, സമാധാനമാണ്. അപ്പം നമുക്ക് ഒരുപാട് പൈസ പണമുണ്ടെന്ന് വിചാരിച്ചാൽ നമുക്കത് എടുത്ത് കഴിക്കാനോ വക്കിലൊന്നും പറ്റില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം ഇന്ന് നമ്മളെ മുന്നിലെത്താനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അതിലൊക്കെ ഉപരി നമുക്ക് സമാധാനം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളിലുണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത്, പറയാൻ ശരിക്കും പാടില്ലാത്തതാണ്, ഒരുപാട് എന്താ പറയുക, പാവപ്പെട്ട ആൾക്കാർ, അമ്മമാരുണ്ട്, നമ്മൾ ഓൾഡ് ഏജ് ഹോംസ്, അതേപോലെ നിരവധി സ്ഥലങ്ങൾ, അത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾ മൈജി എത്തുന്നുണ്ട് വളരെ രഹസ്യമായിട്ട്. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും, അത് വിദ്യാഭ്യാസമായാലും ഹെൽത്തിലായാലും എഡ്യൂക്കേഷൻ ഹെൽത്ത്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ അത് നാട്ടിലായാലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയകളിലൊക്കെ തന്നെ നമ്മളത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും വീഴ്ചകളൊക്കെ ഒരുപാട് ക്രൈസിസുകൾ ഉണ്ടായിട്ടുണ്ട് ഈ യാത്രയിൽ. ഈസി അല്ലല്ലോ, കാരണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം എല്ലാ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തിലും ഷോറൂംസ് തുടങ്ങാമെന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പം ഒരുപാട് ക്രൈസിസ് എൻ്റെ യാത്രകളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് തരണം ചെയ്ത് പോകുന്നത് കൊണ്ടാണ് എനിക്ക് ഈ ഏറ്റവും ആഴത്തിലുള്ള വീഴ്ച ഏതായിരിക്കും? എൻ്റെ ഏറ്റവും കൂടുതൽ ആഴ്ച എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പിച്ച് എനിക്ക് നഷ്ടപ്പെട്ടത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ. ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മച്ചി എൻ്റെ കൂടെ ഉള്ളതാണ്. അത് ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ എനർജി, എനിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കിട്ടുന്നതൊക്കെ തന്നെ ഉമ്മച്ചിയുടെ. എൻ്റെ എല്ലാ ഷോറൂംസുകളും ആദ്യം ഇനോഗ്രേറ്റ് ചെയ്യുന്ന ഉമ്മച്ചിയുടെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് വേറെ തന്നെയാണല്ലോ, മറ്റെന്തിനേക്കാട്ടിലും വലുതല്ലേ. അപ്പം നമ്മളൊരു ഷോറൂംസ് ഇനോഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ സ്റ്റാഫിനോടത്ത് ഡിഫറെൻറ്റ് ഇതിലുള്ള ആൾക്കാരല്ല, നിങ്ങൾ നിങ്ങളേതായ രീതിയിൽ പ്രാർത്ഥിക്കുക. ഉമ്മച്ചിക്ക് വരാൻ പറ്റാത്ത സ്ഥലത്താണെങ്കിൽ വീഡിയോ കോൺഫറൻസിൽ ഉമ്മച്ചി വന്ന് എല്ലാവരോടും പ്രാർത്ഥിക്കാൻ വേണ്ടി വരും. അത്രേ ഉള്ളൂ. ഉമ്മച്ചി കൂടെ ഉള്ളത് വലിയൊരു ഭാഗ്യം തന്നെ അല്ലേ? വലിയ ഭാഗ്യം തന്നെ. നമ്മൾക്ക് വിശ്വാസം അങ്ങനെയാണോ, ഉമ്മയുടെ കാൽപാദത്തിനടിയിലാണ് സ്വർഗ്ഗം. ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് അത് ഉമ്മച്ചിനെ നോക്കാൻ പറ്റുന്നതും അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഞാൻ പറയില്ല, ആ ഒരു സമാധാനം കിട്ടുക എന്നുള്ളത് വലിയൊരു സന്തോഷമല്ലേ. വീഴ്ചയിൽ കൈപിടിച്ച് ഉയർത്താൻ ആരെങ്കിലും ഉണ്ടായിട്ടില്ലേ? അത് നമുക്ക് കുറേ ആളുകളുണ്ടാക്കും. ഷാജിഖാനെ സംബന്ധിച്ചപ്പോൾ എനിക്കാണെങ്കിലും അങ്ങനെ നമ്മളൊന്ന് വീഴും എന്ന് തോന്നി, അല്ലെങ്കിൽ പല ക്രൈസിസും നമ്മൾ കൈപിടുത്ത. ഇപ്പം ഉമ്മച്ചിയുടെ കാര്യം പറയും, നമുക്കൊരു ഫ്രണ്ട് എന്ന് പറയാൻ, ഒരു പേര് പറയാൻ ആരെങ്കിലും ഉണ്ടാവും? എൻ്റെ വീഴ്ചയിൽ എനിക്ക് വളരെ പോസിറ്റീവായിട്ട് നല്ല കുറേ സുഹൃത്തുക്കളുണ്ട്, ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, എൻ്റെ നാട്ടുകാരുണ്ട്. അവരുടെയൊക്കെ ഒരു വലിയൊരു പിന്തുണ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ടീം വർക്ക്, എൻ്റെ കൂടെ നിൽക്കുന്ന ഈ 2580 പേര്, അതായത് എനിക്കിപ്പം നിങ്ങൾക്ക് ചായ കൊണ്ടുതന്ന അവർക്ക് പോലും എൻ്റെ ഗ്രോത്തിലൊരു പങ്കുണ്ടെന്ന്. അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ എൻ്റെ അടുത്ത് ജോലി ചെയ്തിട്ട് അതിൽ നിന്നും കുറച്ച് ആളുകൾ എന്നെ വിട്ട് വേറെ ഇതിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എൻ്റെ ഗ്രോത്തിലുണ്ട്. അവരെന്നെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഞാനിപ്പോഴും അവരെ ഓർക്കുന്നുണ്ട്. കാരണം അവരും കുറേ എനിക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രോത്തിൽ അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ എൻ്റെ ഒരു കൈപിടിച്ച ആൾക്കാരാണ്. അത്തരം നമ്മുടെ ഇവിടെ നിന്ന് എല്ലാം പഠിച്ച് പിന്നീട് അവരുടെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഷോറൂം. തീർച്ചയായിട്ടും അവർക്ക് വലിയ രീതിയിലല്ലേ ഡിഫറെൻറ്റ് കൺട്രിയിൽ പോയ ആൾക്കാരുണ്ട്, ഡിഫറെൻറ്റ് കമ്പനിയിലേക്ക് പോയ ആൾക്കാരുണ്ട്. ഞാനതിനൊക്കെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. എൻ്റെ കൂടെ ഏറ്റവും അടുത്ത എൻ്റെ അനീഷ് ഏകദേശം എനിക്ക് 23 വർഷമായി എൻ്റെ കൂടെ ജോലി ചെയ്യല്ല, എൻ്റെ ഒരു അനിയനെ പോലെ ഞാൻ കൊണ്ടുവരുന്നത്. ഒരുപാട് ആൾക്കാർക്ക് 10, 15, 20 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്, തുടർച്ചയായിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പം നിങ്ങളുടെ ഒരു കൂട്ടുകെട്ടുണ്ടല്ലോ. ഞാൻ ഇടയ്ക്ക് ദുബായ് പോകുമ്പോൾ ഷംസുക്കാടൊക്കെ ഉണ്ട്. നിങ്ങളൊരു 5 പേര് ഒരു വില്ലന്മാർ പോലെയാണ്. എന്നുവെച്ചാൽ നിങ്ങളാണ് നമ്മളാ ഫൈസൽക്കാട് കല്യാണം, നിങ്ങളൊരു ഒരു വരവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക മോഹൻലാലൊക്കെ വരുന്ന പോലെ നിങ്ങൾക്ക് നിരന്ന്, മമ്മൂക്ക മോഹൻലാൽ പൃഥ്വിരാജ് ദുൽഖറൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ നിരന്നൊരു ഒരേ യൂണിഫോമിൽ 5 പേരാണ്. നിങ്ങളൊരു സൗഹൃദം വലുതാണ്.
അത് പല ആളുകൾക്കും അസൂയ ഉണ്ടാക്കാറുമുണ്ട്. ഇല്ല എന്ന് ഞാൻ പറഞ്ഞ ഇപ്പോൾ ഷാജിക്ക് ഇല്ലാന്ന്, പക്ഷേ ഞാൻ പറയാം പല ആൾക്കും അസൂയുണ്ട്. ആ ഒരു സൗഹൃദം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്താണ് നിങ്ങൾ പോകുന്നത് അല്ലേ? കോളേജ് കാലഘട്ടം തൊട്ടുള്ള ഒരു സൗഹൃദമാണ് അല്ലേ? കോളേജല്ല, ഞാൻ അതിൻ്റെ ശേഷമാണ് ഇവരായിട്ട് വന്നത്. ഏകദേശം അറൗണ്ട് എനിക്കൊരു 20 വർഷത്തെ ത്തോളുള്ള ബന്ധമാണ്. അതിൽ ഫൈസൽക്ക ഉണ്ട്, മലബാർ ഗോൾഡ്, അതെ. ഷംസു, നെല്ലറ ഷംസു ഉണ്ട്, ജി ടെക് മാറൂഫ് ഉണ്ട്, അതേപോലെ സ്വദേശി സക്കീർ ഉണ്ട്. ഞങ്ങൾ 2015 വിഷൻ 2020 എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഡിഫറെൻറ്റ് കാഴ്ചപ്പാടുകളും, എല്ലാവരും ബിസിനസ്സിലാണല്ലോ. അപ്പോൾ അത് ഓൾമോസ്റ്റ് എല്ലാവരും ഞങ്ങൾ അന്നെടുത്ത പല ഡിസിഷൻസും എല്ലാം അച്ചീവ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ 2020 ഞങ്ങൾ ദുബായിൽ വെച്ച് വീണ്ടും കൂടിയിരുന്നു. അപ്പോൾ 2030, അതായത് 10 വർഷത്തെ പുതിയ പ്ലാനുകളായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പം നമുക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇവന്മാരെ വിളിച്ചിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് സോൾവ് ആവും. ഇപ്പോൾ ഫൈസൽക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്റ്റിംഗ് പീപ്പിൾ, നമ്മൾ നോക്കിയുടെ ക്യാപ്ഷൻ പോലെ നമ്മൾ അങ്ങനെ പറയുന്നത് കണക്റ്റിംഗ് പീപ്പിൾ എന്നാണ് പറയുന്നത്. എല്ലാ ആൾക്കാരെയും ഒരുപാട് കണക്ഷൻസ് പുള്ളി കണക്ട് ചെയ്തിരുന്നുണ്ട്. അതേപോലെ നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടി ഇവരെടുത്തുനിന്ന്. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക്, നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ എന്തെങ്കിലും ക്രൈസിസ് ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്നാണ് ഗ്രൂപ്പിലിട്ട് അപ്പം തന്നെ ഒരു 3-4 സൊല്യൂഷൻ വരും. അതിൽ നമുക്ക് എന്താ നമ്മളെ പ്രശ്നം സോൾവ് ആയി. അപ്പോൾ അത് വലിയൊരു പോസിറ്റീവാണത്. സ്കൂൾ ജീവിതം, കോളേജ് ജീവിതം ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഒരുപാട് പഠിച്ചിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു സ്കൂൾ കഴിഞ്ഞ് ഞാൻ പിന്നെ അതിന് ശേഷം ഇതിലേക്ക് ബിസിനസ്സിലേക്ക് തന്നെ ഇറങ്ങി. വിവാഹമൊക്കെ ഷോപ്പ് തുടങ്ങിയതിന് ശേഷമായിരുന്നു. അതിൻ്റെ 2003 കല്യാണം. ഷോപ്പ് തുടങ്ങിയതിന് ശേഷമായിരുന്നല്ലോ. അപ്പോൾ വിവാഹ സമയത്ത് നമ്മളൊരു ബിസിനസ്മാനായി അല്ലേ? ഇപ്പം എനിക്ക് ഭാര്യയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അവരുടെ ഫാമിലി എങ്ങനെയാണ്? ബിസിനസ് മേഖലയിലുള്ള? അവരൊക്കെ ഫാമിലി ബിസിനസ്സാണ്. എൻ്റെ ബ്രദറിലോ ഒക്കെ ബിസിനസ്സാണ്, മെഡിക്കൽ ഫീൽഡാണ്. അത്തരം ഒരു ഫാമിലി ഇപ്പം നമ്മൾ കല്യാണം കഴിച്ചപ്പോൾ ഷാജിക്ക കല്യാണം കഴിച്ചു, നമുക്ക് എന്നും താങ്കും തണലുമായിരിക്കും നമ്മുടെ കുടുംബമാണല്ലോ അല്ലേ? അവർ രണ്ട് രീതിക്കുള്ള ബിസിനസ്സാണ്. ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ വൈഫുമായിട്ടൊക്കെ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഫാമിലിയിൽ നിന്ന് വലിയൊരു സപ്പോർട്ട്, മീൻസ് വൈഫിൻ്റെ അടുത്ത് നിന്നൊക്കെ വലിയൊരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്കത് വലിയ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും. കാരണം നമ്മൾ കൂടുതൽ യാത്രകളിൽ ഇപ്പം യാത്രകൾ കുറച്ച് കുറവാണ്. പക്ഷേ നമ്മൾ കൊറോണയുടെ മുമ്പ് ഞാനിപ്പം 2 ദിവസം ഡൽഹിയിലാണ്, 2 ദിവസം ബോംബെ, ബാംഗ്ലൂർ. അപ്പം നമുക്ക് പല സംഭവങ്ങളും എത്തിപ്പെടാതെ, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ, ഇപ്പോൾ എഡ്യൂക്കേഷൻ, അവരുടെ സ്കൂള് കാര്യങ്ങളൊക്കെ അവരാണല്ലോ നോക്കുക. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള സപ്പോർട്ടും പ്രചോദനവും ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് അതൊരു പാർട്ടാണ് ഇതിൽ നമ്മളെ ഗ്രോത്തിൽ വലിയ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ദേഷ്യപ്പെടാറുണ്ടോ? ദേഷ്യപ്പെടാറുണ്ട്. എന്തിനാണ് ദേഷ്യം കൂടുതൽ വരാറുള്ളത്? ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പലതും ചിലപ്പം പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാത്തതുണ്ട്. ദേഷ്യം വളരെ കുറവാണ്. കാരണം എനിക്കത് കറക്റ്റായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന. ദേഷ്യപ്പെട്ടാൽ പെട്ടെന്ന് മറന്നു പോകും. ദേഷ്യപ്പെട്ടത് ആ സമയത്തുള്ള ദേഷ്യം വേണം. പിന്നീട് ഇത് മനസ്സിൽ വെക്കുന്നത്, പിന്നീട് വേണ്ടെന്നല്ല, ആ കാര്യം നമ്മൾ കൺവിൻസ് ചെയ്യും. ഞാൻ ഇന്ന കാര്യത്തിനാണ് നിങ്ങളോട് ദേഷ്യപ്പെട്ടതെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. പിന്നെ അല്ലാതെ ദേഷ്യം പിടിച്ച് പിന്നെ അത് മാറ്റി നിർത്തുക എന്നുള്ളതല്ല. അത് കഴിഞ്ഞ് അവരെ കറക്റ്റായിട്ടുള്ള ആ വേയിലേക്ക് കൊണ്ടുവരും. ഷാജിക്ക അറിയുന്നു, ചിലപ്പോൾ അറിയാമായിരിക്കും. ഷാജിക്കയുടെ അടുത്ത് പറയും ചില ആളുകളൊന്നും, ഷാജിയെക്കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് ഒരാൾ സംസാരിച്ചോളൂ, ഞാനായിരിക്കുന്ന സദസ്സിലാണ് പറഞ്ഞത്, അങ്ങനെ പറഞ്ഞ ചരിത്രം ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ ഷാജിക്ക പറയുന്ന മറുപടി ചിലപ്പോൾ എനിക്കറിയില്ല, നേരിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. അത്തരം ആളുകളില്ലേ? അത്തരം ആളുകളില്ലേ തന്നെ ഉണ്ട്. പക്ഷെ നമ്മളത് എടുക്കാറില്ല. നമ്മളത് ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ ഓൺലി പോസിറ്റീവ് മാത്രം. നെഗറ്റീവിനെ നമ്മൾ എടുത്താൽ നമുക്ക് നമ്മളെ യാത്രയിൽ അത് ഒരുപാട് ബാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സമൂഹത്തിൽ എന്തായാലും അറിയാലോ, നമ്മൾ വളരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ശത്രുക്കൾ ഉണ്ടാവാം. പിന്നെ നമ്മൾ ഗ്രോത്ത് ഇഷ്ടപ്പെടാത്ത പല ടൈപ്പ് ഓഫ് ആൾക്കാർ ഉണ്ടാവാം, ഫാമിലിയിൽ ഉണ്ടാവാം. പക്ഷേ നമുക്ക് എല്ലാവരോടും സ്നേഹമല്ലേ? വേദനിച്ചിട്ടില്ലേ? അങ്ങനെ കൂടെ നിന്ന ഒരാളാണല്ലോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അങ്ങനെയാണല്ലോ, എന്നെ എല്ലാം അറിയാവുന്ന ആളാണല്ലോ. തീർച്ചയായിട്ടും നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ. എല്ലാവരുടെ ലൈഫിലും അങ്ങനത്തെ പല ക്രൈസിസുകളും പല പ്രശ്നങ്ങളൊക്കെ കടന്നു പോകുമല്ലോ. എല്ലാം സുഖങ്ങൾ മാത്രമല്ലല്ലോ, ദുഃഖങ്ങളുണ്ടാവും. അങ്ങനെ ദുഃഖങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെ
നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദുഃഖം ഏതായിരിക്കും? വാപ്പച്ചിയുടെ കാര്യം അവിടെ മാറ്റിയിരിക്കട്ടെ. കഴിഞ്ഞ കാലം അങ്ങനത്തെ ഒരു ദുഃഖം നമ്മൾ എടുക്കുന്നില്ല. ബാക്കോട്ട് നോക്കിയിട്ട് ലാലേട്ടൻ നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല. ഇല്ല തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ മുന്നോട്ടുള്ള യാത്രയാണ്. മുന്നോട്ടില്ല. ഞാൻ ഓൾറെഡി ഇപ്പം ഇന്നലെ എൻ്റെ മീറ്റിങ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാരണം ഞാൻ ഓൾറെഡി ഇപ്പം ഞാൻ 2025 യാത്ര ചെയ്യുന്നത്. ഞാൻ 2025 എവിടെ എത്തണം എന്നുള്ള ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ 2025 എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് 5000 പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതാണ്. ഡയറക്റ്റായിട്ട്. ഇൻഡയറക്റ്റായിട്ട് ഏകദേശം 2500 പേർക്കും. അപ്പോൾ അതിലേക്കുള്ള ഒരുപാട് സംഗതികൾ എനിക്ക് ചെയ്യാനുണ്ട്. എനിക്ക് നെഗറ്റീവിൻ്റെ കൂടെ സഞ്ചരിക്കാനുള്ള സമയമില്ല. എനിക്ക് പോസിറ്റീവായിട്ട് ഇവിടുന്ന് സമൂഹത്തിനോടും, കാരണം ഇത്രയും ആൾക്കാർക്ക് ജോലി കൊടുക്കുക എന്നുള്ളത് തന്നെ എനിക്കൊരു വലിയ സന്തോഷം കിട്ടുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും.